നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് തലസ്ഥാനത്ത് സജീവമാക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതായി സൂചന. 3-4 മാസത്തിനകം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും രാജീവ് ജയസാധ്യതയുണ്ട് എന്നുമാണ് കണക്കുകൂട്ടൽ. 16,077 വോട്ടുകൾക്ക് മാത്രം 2024 തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ച തരൂരിന്റെ പിന്തുണയോടുകൂടി രാജീവിന് തലസ്ഥാനത്ത് നിന്നും ജയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. ഏതാനും ദിവസങ്ങൾക്കും തരൂർ പാർലമെന്റ് അംഗത്വം രാജിവെക്കും. കോൺഗ്രസുമായുള്ള ബന്ധം പൂർണ്ണമായി തെറ്റിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടർച്ചയായി പ്രകീർത്തിച്ച് പാർട്ടിയെ വെട്ടിലാക്കിയ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് പുറത്തേക്കുള്ള വഴി കാണിക്കുകയാണ് കോൺഗ്രസ്. പ്രവർത്തക സമിതി അംഗമായ തരൂരിന് ഏതു വഴിയും സ്വീകരിക്കാമെന്ന സന്ദേശമാണ് തരൂരിന്റെ മോദി സ്തുതി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ നൽകിയ മറുപടി. തിരുവനന്തപുരത്തിന്റെ എഴുത്തുകളിലും പ്രസ്താവനകളിലും പ്രതികരിച്ചും വിശദീകരണം നൽകിയും ചോദിച്ചും തരൂരിന് കൂടുതൽ ഇടം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പാർട്ടി. തരൂരിനെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നും പാർട്ടിക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുമാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമാണ് ശശി തരൂർ എന്ന വ്യാഖ്യാനമാണ് ഇത്. 34 വർക്കിംഗ് പ്രസിഡന്റുമാരിലും 30ഓളം സ്ഥിരം ക്ഷണിതാക്കളിലും അത്ര തന്നെ പ്രത്യേക ക്ഷണിതാക്കളിലും ഒരാൾ മാത്രമാണ് തരൂർ എന്ന് പറഞ്ഞ ഖാർഗെ ഓരോരുത്തർ എഴുതുന്നത് നോക്കി ബുദ്ധികേടാക്കാനില്ല എന്നും കൂട്ടി പറഞ്ഞു. തരൂരിന്റെ നിലപാടുകൾ ബി.ജെ.പിക്കും മോദിക്കും ഗുണം ചെയ്യുമെന്ന രീതിയിലായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കേരളത്തിലും പാർട്ടിയെ നിർണായക സന്ദർഭങ്ങളിൽ തരൂർ പ്രതിരോധത്തിലാക്കിയെന്നും വിലയിരുത്തുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് തരൂർ പാർട്ടിയെ വെട്ടിലാക്കി. അതുപോലെ തന്നെ മോദി ഭരണകൂടത്തിനെതിരെ പ്രമേയം പാസാക്കാൻ അഹമ്മദാബാദിൽ പ്രവർത്തക സമിതി യോഗം വിളിക്കാനിരിക്കെയായിരുന്നു മോദിയെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും പ്രശംസിച്ചുള്ള തരൂരിന്റെ ലേഖനം പുറത്തു വന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദിയെ പുകഴ്ത്തി പ്രസ്താവനകൾ നടത്തി. പിന്നാലെ വിദേശത്തേക്കുള്ള നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെടുത്തിയ കാര്യവും പാർട്ടിയെ അറിയിച്ചതുമില്ല. നയതന്ത്ര ദൌത്യം കഴിഞ്ഞ വന്ന ശേഷവും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകളും കൂടിയാണ് തുടർന്നുവെന്നാണ് പാർട്ടി നേതാക്കളുടെ അഭിപ്രായം. ദ ഹിന്ദുവിൽ സർക്കാരിന്റെ വിദേശ നയത്തെ സോണിയാഗാന്ധി വിമർശിച്ച ലേഖനം എഴുതിയതിന് പിന്നാലെ അതേ നയത്തെ പ്രശംസിച്ച് തരൂർ രംഗത്ത് വന്നു. പാർട്ടിയുടെ ഉന്നത പദവിയിലിരുന്ന ബി.ജെ.പിക്ക് കൃത്യമായ രാഷ്ട്രീയ ആയുധമാണ് തരൂർ നൽകുന്നത് എന്ന് ഇത് എന്തെങ്കിലും പദവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ ലക്ഷ്യമോ മുന്നിൽ കണ്ടുള്ള കളിയാണ് എന്നുമാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അച്ചടക്ക നടപടിയെടുത്ത തരൂരിന് കൂടുതൽ പ്രസക്തി നൽകുന്നില്ല എന്നാണ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണത്തിലും തെളിയുന്നത്. അങ്ങനെയെങ്കിൽ താനും പുറത്തേക്കെന്ന സൂചനയാണ് തരൂർ എക്സിൽ നൽകിയ പരോക്ഷ മറുപടിയിലുള്ളത്. കോൺഗ്രസ് പ്രവർത്തക സമിതി പദവിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രകീർത്തിക്കുകയും ലേഖനം എഴുതുകയും ചെയ്യുന്ന ശശി തരൂർ എംപിക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ രംഗത്തെത്തി. കോൺഗ്രസിന് രാജ്യമാണ് ആദ്യമെന്നും ചിലർക്ക് മോദി ആദ്യവും രാജ്യം പിന്നെയുമാണെന്നും ഖാർഗെ പറഞ്ഞു. പ്രവർത്തക സമിതി അംഗമായ തരൂർ മോദിയെ നിരന്തരം ലേഖനത്തിലൂടെയും മറ്റ് സ്തുതിഗീതങ്ങൾ പാടുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാതെയായിരുന്നു അദ്ദേഹം. എനിക്ക് ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ അറിയില്ല. അദ്ദേഹത്തിന്റെ, അതായത് തരൂരിന്റെ ഭാഷ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ തരൂർ മോദിയെ പുകഴ്ത്തിയതിനെ കുറിച്ച് ഖാർഗെ പറഞ്ഞു. പ്രതിപക്ഷം പോരാടുന്ന സൈന്യത്തോടൊപ്പമാണ്, രാജ്യം വലുതാണെന്നും സർക്കാരിന് ഒപ്പമാണ് എന്നും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം രാജ്യം പിന്നെ പാർട്ടി, അതാണ് ഞങ്ങളുടെ നയമെന്നും ഖാർഗെ വ്യക്തമാക്കി. ഖാർഗെയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ പരോക്ഷ മറുപടിയുമായി വിദേശ സന്ദർശനത്തിനിടയിൽ തരൂരും രംഗത്തെത്തി. പറക്കാൻ അനുവാദം ചോദിക്കരുത്, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടേതുമല്ല എന്ന അടിക്കുറിപ്പോടുകൂടി ഒരു കൊമ്പിലിരിക്കുന്ന കുഞ്ഞു പക്ഷിയുടെ ചിത്രം തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മോദിയുടെ ഊർജം, അത്യുത്സാഹം, ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രധാന ആസ്തിയായി തുടരുന്നുവെന്നും കൂടുതൽ പിന്തുണ അർഹിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ച് തരൂർ പറഞ്ഞിരുന്നു. ഇതിലാണ് മാധ്യമങ്ങൾ ഖാർഗെയുടെ പ്രതികരണവും അഭിപ്രായവും തേടിയത്. തരൂർ മോദിയെ പ്രകീർത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കണമെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളവരും ഉണ്ടെങ്കിലും അവർക്ക് അതീന്ന് സ്വാതന്ത്ര്യമുണ്ടാവും. അവരവർ പറയുന്നത് എന്താണ് എന്ന് അവരവർ ചിന്തിക്കേണ്ടതാണ്. എന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. എന്നെ ജയിപ്പിക്കാൻ ആലപ്പുഴയിലെ പാവപ്പെട്ട പ്രവർത്തകരാണ് കഠിനാധ്വാനം ചെയ്തത്. തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മോദിയെ സ്തുതിക്കുന്നതിന്റെ ഫലമാണ് തരൂരിന് ലഭിക്കുന്നത്. തരൂരിന് കേന്ദ്രമന്ത്രി സ്ഥാനം വേണം
വേണമെങ്കിലും നൽകും. അതിന് രാജ്യസഭയിൽ ഒരു സീറ്റ് നൽകാൻ മോദിക്ക് അറിയാം. അതിന് രണ്ട് നേട്ടങ്ങളുണ്ട് എന്നും മോദി കരുതുന്നു. ഒന്ന്, തരൂരിനെ കയ്യിൽ കിട്ടും. മറ്റൊന്ന്, തരൂരിന്റെ സഹായത്തോടെ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാം. അങ്ങനെ തൃശൂരിന് പുറമെ തിരുവനന്തപുരവും BJPക്ക് സ്വന്തമാക്കാം. തിരുവനന്തപുരത്ത് BJPക്ക് അടിത്തറയുണ്ട്. തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ അടിത്തറയുണ്ട്. നേമം ഉൾപ്പെടെയുള്ള നിയമസഭാ സീറ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒരു മുന്നൊരുക്കവും കൂടാതെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഇലക്ഷനിൽ തലസ്ഥാനത്തെത്തിയത്. തികച്ചും പ്രൊഫഷണലായ ഒരു ടീമിന്റെ സഹായത്തോടു കൂടിയാണ് രാജീവ് രംഗം പിടിച്ചെടുത്തത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ രാജീവാണ് ലീഡ് ചെയ്തത്. തീരപ്രദേശങ്ങൾ എണ്ണിയപ്പോൾ മാത്രമാണ് തരൂർ മുന്നിലെത്തിയത്. ഇനി തലസ്ഥാനത്ത് മത്സരിക്കാൻ തരൂരിന് താല്പര്യവുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് തരൂരിന് താല്പര്യം. അതിനാണ് അദ്ദേഹം രാജ്യസഭയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ല. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ നിരാശയുണ്ട്. കൂടുതൽ സമയവും അദ്ദേഹം ഡൽഹിയിൽ തന്നെയാണ് താമസവും. ഇതെല്ലാം KPCC നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ആയിരിക്കണമെങ്കിൽ പാർട്ടി വിധേയനായിരിക്കണം എന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം BJPയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. തരൂരിനെതിരെ മത്സരിക്കാൻ ഇടതുമുന്നണികൾക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല. CPIക്കാണ് തിരുവനന്തപുരം സീറ്റ് ഇടതുമുന്നണി നൽകിയിട്ടുള്ളത്. കിട്ടുന്ന ആരെയെങ്കിലും മത്സരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് തിരുവനന്തപുരത്ത് CPIക്ക് സ്ഥിരം സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇല്ല. ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷവുമാണ്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൊമ്പുകോർക്കുന്ന തരൂർ കേരളത്തിൽ K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പല വെട്ടം കൊമ്പുകോർത്തിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിന് തരൂർ നിന്നത് നരേന്ദ്രമോദിക്ക് ഒപ്പമാണ്. കരൺ അദാനിയുമായുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. തരൂരിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിക്കുന്ന തണുപ്പൻ നീക്കം അദാനി കുടുംബത്തിന്റെ ഇടപെടൽ വഴി സംഭവിച്ചതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. വിമാനത്താവള വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് തരൂരിനെ തള്ളിയിരുന്നു. നരേന്ദ്രമോദിയുമായി തരൂരിന് നല്ല ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. കരൺ അദാനി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തരൂരിന്റെ അതിഥിയായാകും പതിവായി എത്തുക. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ തരൂർ പാർട്ടിയിൽ ഇല്ലാത്തത് പോലെയാണ് ഇപ്പോഴും. ജ്യോതിരാജ സിന്ധ മുതൽ ഗലാം നബി ആസാദ് വരെയുള്ള നേതാക്കൾ പുറത്തുപോയത് തരൂരിന് നന്നായി അറിയാം. BJPയുടെ ലക്ഷ്യം കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും. സീനിയർ നേതാക്കൾ ഓരോരുത്തരായി പുറത്തുപോയി BJP പാളയത്തിൽ ചേക്കേറുന്നത് കോൺഗ്രസ് നേതൃത്വം കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പോകുന്നവരെല്ലാം പോകട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. തരൂരിന്റെ പോക്കും അവർ കണക്കുകൂട്ടുന്നുണ്ട്. തരൂർ പോയാൽ തിരുവനന്തപുരം സീറ്റ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിൽ മത്സരിച്ച തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് സാധ്യത ഏറെയാണെന്നും CPM കരുതുന്നുണ്ട്. ചന്ദ്രശേഖർ വൻ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് നടത്തിയത്. തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വോട്ടുകൾ BJPക്ക് മറിഞ്ഞു എന്ന ആരോപണം സജീവമാണ്. തിരുവനന്തപുരത്ത് BJP ജയിച്ചാൽ ഇടത് സർക്കാർ ഉദ്ദേശിക്കുന്ന പല വികസന പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുമെന്ന് പിണറായി സർക്കാർ കരുതുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം. കഴിഞ്ഞ ഇലക്ഷനിൽ EP ജയരാജനാണ് രഹസ്യമായി തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നത്. തനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ല എന്ന് EP ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിട്രീറ്റും EPയുടെ കുടുംബം നടത്തുന്ന വൈദേകം റിസോർട്ടും തമ്മിൽ ബിസിനസ് ബന്ധം ഉണ്ടെന്ന ആരോപണം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച VD സതീശന്റെ ആരോപണം EP ജയരാജൻ ശരിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് CPM BJP അന്തർധാര ഉണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. തന്റെ ഭാര്യ ഇന്ദിരയും ഈ ചന്ദ്രശേഖരന്റെ നിരാമയെയും ഓഹരി ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്ന ജയരാജന്റെ ചോദ്യം എല്ലാവരും ഞെട്ടിച്ചു. ഇത് റിസോർട്ട് വിവാദത്തെ പുതിയ വഴിത്തിരിവുകളിൽ എത്തിച്ചു. ഇതിന് പിന്നാലെ EP ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ പരാതിയിൽ തിരുവനന്തപുരം DCC അംഗത്തിന് എതിരെ വളപട്ടണം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസ് ഇക്കാര്യം സംസ്ഥാന തലത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചു. വൈദേകം നിരാമയ റിസോർട്ട് ബന്ധവും രാജീവ് ചന്ദ്രശേഖരനും EP ഭാര്യയുമായുള്ള ഫോട്ടോയും സതീശൻ പുറത്തുവിട്ടതോടുകൂടി വിവാദം കൊഴുത്തു. ഫോട്ടോ വ്യാജമാണെന്നാണ് EP പറയുന്നത്. തനിക്ക് രാജീവുമായി ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഫോട്ടോ ഒറിജിനൽ ആണ് എന്ന് സതീശൻ പറഞ്ഞു. ഈ ഫോട്ടോയ്ക്കെതിരാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് സന്തോഷകരമായ ദിവസമാണ് വരാൻ പോകുന്നത്.